അറിയില്ല ഗൈസ്, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അടുത്തത് ഷാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പക്ഷേങ്കിൽ ഈ ഒരു ബൈറ്റിലാണ് ഫുൾ ജാക്കറ്റിൽ ചീസ് വീണത്. പക്ഷെ ഞാനത് വീഡിയോ കാണിച്ചില്ല, മോശമല്ലേ. അങ്ങനെ ദാണ്ട് ഒരു ഫുൾ വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ ഞാൻ ആ ഒരു ലേക്കിൻ്റെ അവിടോട്ട് എനിക്കിങ്ങനെ ഇറങ്ങി നിൽക്കാൻ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്, ലൈറ്റൊക്കെ ആയിട്ട്. ക്രിസ്മസ് മാർക്കറ്റും പിന്നെ ഹോട്ടൽസും അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു നദിയുടെ കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി കളർഫുള്ളായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താണ് നമ്മൾ ഇപ്പോൾ പോയത് ഒട്ടും നമുക്ക് നഷ്ടം തോന്നുന്നില്ല. പിന്നെ നമ്മുടെ സാന്ത വന്നേക്കാണ്. 6 o'clock ആയി. ഞങ്ങൾ നടന്ന് ഇവിടെ വരെ എത്തിയപ്പോഴത്തേന് പിന്നെ നമ്മുടെ സാന്ത വരുന്നു. തീയൊക്കെ കത്തിച്ച് നമ്മുടെ സാന്ത എത്തി. ഇവിടെയാണ് സാന്ത നമ്മുടെ സ്റ്റോപ്പ് ആവുന്നത് കേട്ടോ. സ്റ്റോപ്പ് ആവുമ്പോൾ കുറച്ച് നേരം, ഏകദേശം ഒരു 5 minutesോളം അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സാന്തയെ വെച്ചിട്ടുള്ള നമ്മളുടെ ഫെറീസ് വീല് നമുക്ക് നോക്കാം. ഇതെല്ലാം കൂടെ ഒരൊറ്റ ഫ്രെയിമിൽ കിട്ടുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഫ്രഞ്ചിൽ ഓരോന്നൊക്കെ സാന്തയോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഫ്രഞ്ച് അറിയാത്തതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ ഫെറീസ് വീലിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴേന്ന് ഞങ്ങൾ വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു, അപ്പം എന്നാൽ ഞങ്ങളും ഇതിൻ്റെ മണ്ടേ കയറാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ കൗണ്ടറിലേക്ക് പോവാണ്. അപ്പം ടിക്കറ്റൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കി. പിന്നെ കുഞ്ഞിനെ നമ്മൾ ഇതിൻ്റെ അകത്തിരുന്ന് എന്താണ് അവളുടെ കിൻഡർ വാഗൻ എന്ന് പറയും നമ്മൾ ജർമ്മനിൽ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് വേക്ക് കിട്ടുന്നില്ല. അപ്പം കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് പോകുന്ന സംഭവം അത് തന്നെ. അത് ഞങ്ങളിങ്ങനെ സൈഡിൽ വെച്ചിട്ട് എവിടെ വെക്കണം എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ വെച്ചിട്ട് അവളെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കയറാം എന്നൊക്കെയാണ് നോക്കുന്നത്. വലിയ ആൾക്കാർക്ക് 8 ഫ്രാങ്കും കുഞ്ഞു കുട്ടികൾക്ക് 5 ഫ്രാങ്കുമാണുള്ളത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കേ ഉള്ളൂ പൈസ. കുഞ്ഞു ബേബീസിന് പൈസ ഇല്ല, അവർ ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പം നമുക്ക് 3 കോയിൻസ് തരുവേ. 3 കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേർക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് 3 കോയിൻസ്. അതായത് അവരുടെ ഫെറി വീൽസിൻ്റെ അവിടുത്തെ ഡെക്കറേഷനൊക്കെയാണ്. 3 ഹസ്കിയൊക്കെ ഉണ്ട്, ഒരു സാന്താക്ലോസ് ഉണ്ടായിരുന്നു. അപ്പം ഹസ്കിയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സാന്താക്ലോസിനെ വലിച്ചുകൊണ്ട് പോവുകയാണ് ഹസ്കി എന്നൊക്കെയാണ്, മീൻസ് അതിൻ്റെ ഒരു തീമിലാണ്. അപ്പം മോളെ എങ്ങനെ അവിടെ വെച്ചു. അപ്പോൾ അവളിങ്ങനെ ഹസ്കിനെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന വീഡിയോ ഒക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഇത്രയും പേര് ലോങ് ക്യൂ ആണ് ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സാന്താക്ലോസുമായിട്ടൊക്കെ ഞാൻ 2-3 ക്ലിപ്സൊക്കെ എടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ, കമൻസിലിടണേ എല്ലാവരും. അപ്പം ഞങ്ങളുടെ ടേണിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഫസ്റ്റ് ടേണിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. അടുത്തതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അടുത്ത ടേൺ നമ്മളുടെയാണ്. ആ ചിപ്പ് നമ്മളുടെ ആ കോയിൻസ് കൊടുത്തു. അതിനുശേഷം പുള്ളിക്കാരൻ മോനെ വിളിച്ചുകൊണ്ട് പോയി. ഇനി അടുത്ത നമ്മളങ്ങ് കയറുക എന്നുള്ളതാണ്. ചാടി ചാടി കയറണം, ഓടി ഓടി നിൽക്കണം. അപ്പം നമ്മൾ ചാടി ഓടി ഇങ്ങനെ എനർജറ്റിക്കായിട്ട് ചാടി അതിൻ്റെ അകത്ത് കയറി. പിന്നെ അടുത്തത് ഷാനും കുഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി കഴിയുമ്പോൾ അവരതിൻ്റെ സൈഡിലുള്ള റെയിൽസ് അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ സേഫായിട്ടിരിക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരുപാട് സ്പീഡിലൊന്നും അല്ല പോകുന്നത്, സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ആൾക്കാരെ കയറ്റി ഇങ്ങനെ മേളിലോട്ട് വിടുകയാണ്. ഇതുവരെ ഇത് പോകുന്നത് സ്റ്റാർട്ടായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ മേളിലിരുന്നിട്ടുള്ള വ്യൂ ഒക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ കണ്ടോ, ആൾക്കാരൊക്കെ കുഞ്ഞായിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് തോന്നുന്നത്. ഇങ്ങനെ കുഞ്ഞ് ഉറുമ്പ് പോലെ ഇങ്ങനെ നടക്കുന്നു. പിന്നെ ക്രിസ്മസ് മാർട്ടിൻ്റെയൊക്കെ ലൈറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ. ഇതിൻ്റെ താഴോട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോൻ പറയുന്നുണ്ട് ഇവിടുന്ന് ക്യാമറ ഒന്നും താഴെ പോകരുത്. അങ്ങനെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണതാ. സ്വിറ്റ്സർലാൻഡിലെ ഫ്ലാഗ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കാറ്റിലൊലയുന്നുണ്ട്. മനോഹരമായ കാഴ്ചയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ -6 ഈ സംഭവത്തിൽ ഈ ഫെറി വീൽസിലൊക്കെ കയറിയിട്ട് നമുക്കിങ്ങനെ തണുത്തുറഞ്ഞാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഷാനാണെങ്കിൽ ക്യാപ്പ് വെച്ചിട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ വെയിലുണ്ടായതുകൊണ്ട് നമ്മൾ ഇൻസൈഡിൽ തെർമലും ഇട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തണുത്ത് ഇങ്ങനെ ഒരു വല്ലാത്ത ഫീലിലാണ്. അപ്പം ഞാനിങ്ങനെ ഫെറി വീൽസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് ബലൂൺസൊക്കെ ഉണ്ട്. അപ്പം ഫെറി വീൽസിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് വ്യൂസാണ്
ഇങ്ങനെ ഓരോരുത്തരായിട്ട് കണ്ടോ കുറേ പേര് ഇറങ്ങും. അപ്പം നമ്മളുടെ റൈഡ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടാവുന്നത്. അപ്പം അവരും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാ ഇരിക്കുന്ന സ്ഥലത്തെയും ആൾക്കാർ പുതിയതായിട്ടുള്ളവരാണ്. അപ്പം നമ്മൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈഡ് സ്റ്റാർട്ടായേക്കുന്നത്. അപ്പം ഞങ്ങൾ ഇച്ചിരി സ്പീഡിൽ, കുറച്ച് സ്പീഡിൽ പോകും, പക്ഷെ ഒരുപാട് സ്പീഡിൽ അല്ല പോകുന്നത്. കുട്ടികൾക്കും സേഫാണ്, നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ കയറാം. പിന്നെ അഫോർഡബിളും ആണ്. 8 ഫ്രാങ്കല്ലേ ഉള്ളൂ വലിയ ആൾക്കാർക്ക്, പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് പൈസ ഇല്ല. അപ്പം എന്താ ഞാനിങ്ങനെ തണുത്ത് വിറച്ച് അങ്ങനെ കൈയൊക്കെ ഒരു ഗ്ലൗ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമറ പിടിക്കേണ്ടതുകൊണ്ട് ഒരു കയ്യിൽ ഗ്ലൗ ഇട്ടിട്ടില്ല. അതാണെങ്കിൽ എനിക്ക് അനക്കാൻ പോലും വയ്യ. അങ്ങനെ ഞാനിങ്ങനെ നിങ്ങളെ ഓരോ കാഴ്ചകൾ കാണിക്കുകയാണ്. ഇതാ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണ്. പക്ഷെ കൈ അനക്കാൻ വയ്യ, കണ്ടില്ലേ, ഒരു ബൈ പോലും പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫെരീസ് വീലിൽ ഇറങ്ങി. പിന്നെ ഉള്ള ഈ ഒരു ക്രിസ്മസ് മാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോറിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റൂഫൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തണുപ്പൊക്കെ കുറവായിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങ് തണുക്കില്ല, കാരണം ഈ എന്താണ് ഈ ലേക്കിൻ്റെ അവിടെ നിന്നുള്ള കുഞ്ഞ് കാറ്റൊന്നും അടിക്കാത്തപ്പം നമ്മൾ ഇച്ചിരി ഒരു വാമായിട്ടൊരു ഫീലിംഗ് കിട്ടും ഇവിടെ നിൽക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേന് കുട്ടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് വാമായി, കാരണം ഫെരീസ് വീലിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് കുഞ്ഞും തണുത്തുപോയി, മോനും തണുത്തുപോയി. പക്ഷെ അവരൊക്കെ വെൽ ഡ്രസ്ഡ് ആയിരുന്നു. ഞാൻ മാത്രം ഇങ്ങനെ മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ വെയിലായതുകൊണ്ട് അവിടെ വെയിലാണ്. ഞാനിങ്ങനെ ക്ലൈമറ്റ് നോക്കിയപ്പം പക്ഷെ ഇത്രയും അങ്ങ് തണുത്തു പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ മണ്ടത്തരം പറ്റരുത്. സ്വിറ്റ്സർലാൻഡിലൊക്കെ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ വിൻ്ററിലാണെങ്കിൽ എപ്പോഴും തെർമൽ ഇട്ടുകൊടുക്കുക, വിൻ്റർ ഷൂ ഇടുക, പിന്നെ ഷോൾ വെക്കുക, ക്യാപ്പ് വെക്കുക, പിന്നെ ഗ്ലൗ ഇടുക. നമ്മളുടെ ലുക്സിലല്ല കാര്യം, നമ്മൾ സേഫായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഞാനങ്ങനെ ലുക്സ് ഒന്നും നോക്കിയിട്ടല്ല, ഈ പിള്ളേരെയൊക്കെ ഒരുക്കി നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാമല്ലോ ഒരമ്മ എന്തൊക്കെ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. അങ്ങനെ അങ്ങ് പറ്റിപ്പോയതാണ്. അപ്പം ഇങ്ങനെ കുറച്ച് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ അതൊന്നും പ്ലേ ചെയ്യുന്നില്ല, ഇനി വല്ല കോപ്പിറൈറ്റ് കിട്ടിയാലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പിന്നെ നമ്മൾ തിരിച്ച് ക്രിസ്മസ് മാർട്ടിലോട്ട് ഇറങ്ങുകയാണ്. അപ്പം ഇപ്പം നമ്മൾ ചെന്നിറങ്ങുന്നത് നമ്മൾ ഓൾറെഡി വന്ന വഴിയിൽ കൂടി തന്നെയാണ്. ഇനി നമ്മൾ ചെന്ന് ഇപ്പം ഈ ഷോർട്ട് കട്ട് പോയി ഇറങ്ങാൻ പോകുന്നത്. അപ്പം ഒരുപാട് ആൾക്കാരായി കേട്ടോ. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേന് ഇഷ്ടം പോലെ ആൾക്കാർ, ഇപ്പം നമ്മൾ വന്ന സമയത്തിനേക്കാളും ആൾക്കാർ ഒരുപാട് ആൾക്കാരാണ്. പല മീൻസ് പല രാജ്യത്തിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഒരുപാട് പേര് അറബി സംസാരിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ചൈനക്കാരുണ്ട്, ജപ്പാൻകാരുണ്ട്, അങ്ങനെ ഒന്നും പറയണ്ട, പല ലാംഗ്വേജ് നമ്മൾ കേൾക്കുന്നുണ്ട്. റൊമേനിയക്കാരുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ആൾക്കാരെ തട്ടിയിട്ടൊന്നും നടക്കാനേ പറ്റുന്നില്ല. പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ സേഫായിട്ട് അവരെയൊക്കെ കൈ പിടിച്ച് തന്നെ വെച്ചേക്കുക. അതുപോലെ തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാല്യുബിൾ തിങ്സ് ഒക്കെ സേഫായിട്ട് വെക്കണം. അത് ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ഇറ്റാലിയനിലും അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിക്ക് പോക്കറ്റേഴ്സ് ഒക്കെ ഉണ്ടാകും, പക്ഷെ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവരിടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അനൗൺസ് ചെയ്യും. അപ്പം നമ്മൾ സേഫായിട്ട് വെക്കുക. എൻ്റെ അറിവിൽ ആരും അവിടെ പിക്ക് പോക്കറ്റിംഗ് ഒന്നും ചെയ്തായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇത്ര ആൾക്കാർ കൂടുന്നതല്ലേ, അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും. ബട്ട് സ്റ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഏകദേശം തിരിച്ചിങ്ങനെ നടന്നു വന്നപ്പോഴത്തേന് 7 o'clock ആയി. അപ്പോൾ അതാ നമ്മളൊരു സ്റ്റൂള് കണ്ടു. നമ്മളപ്പോൾ ഈ ബെഞ്ചിലിരിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ സാന്തയ്ക്ക് വേണ്ടി. അടുത്ത സാന്ത 7 മണി ലാസ്റ്റ് വരവാണ് ഇത് സാന്തയുടെ. ഇതോടെ സാന്ത കഴിഞ്ഞു. സാന്ത വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി നാളെ മാത്രമേ സാന്ത വരുള്ളൂ. അപ്പം ദാ നമ്മുടെ സാന്ത പോകുന്നു. ഈ ഒരു സമയമായപ്പോഴത്തേനും നല്ലൊരു വൈബായി, കാരണം ഫുൾ ലൈറ്റും ആ ഒരു നദിയിലെ ലൈറ്റൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേന് സാന്ത എനിക്ക് ബൈ ബൈ പറയുന്നു. ഞാനും തിരിച്ച് ബൈ ബൈ ഒക്കെ പറഞ്ഞിങ്ങനെ ടാറ്റ കൊടുത്ത് വിടുകയാണ്. അപ്പം സാന്ത ഫയർ വർക്കൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ സാന്ത, ഈ വർഷത്തെ സാന്ത ഈ വർഷം ഞങ്ങൾ ഇനിയും മോണ്ടോറയിൽ പോകുന്നില്ല കാണാൻ. അപ്പം ബൈ സാന്ത, ഈ വർഷം ഇനിയും കാണാൻ പറ്റില്ല, നമുക്ക് ഇനി അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട്
സാന്ത അങ്ങ് പറഞ്ഞു വിട്ടു. ഇനിയും സാന്ത വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും അവിടെ നിൽക്കും. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നീ 2 തവണ ഷൂട്ട് ചെയ്തില്ലേ സാന്തേനെ, പോരെ നിനക്ക്. അപ്പം എനിക്ക് പറ്റില്ല, എത്ര തവണ സാന്ത വന്നാലും ഞാനത് ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഏത് സാന്ത വരുന്നതാണോ ഞാൻ ഷൂട്ട് ചെയ്തത് നല്ലതെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് എൻ്റെ ഓഡിയൻസിന് ഏറ്റവും ബെസ്റ്റ് തന്നെ കാണിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് 3 കാണിച്ചു വിടാം നിങ്ങളെ. ഓരോ സമയമായിട്ട് 3 ഞാൻ ഷൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെയാണ് വീഡിയോയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തത്. അങ്ങനെ പിന്നെ ലെബോബുവിൻ്റെ ഒരു ബൊമ്മേനെയൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേന് ആൾക്കാർ കൂടി, ഒരുപാട് ആൾക്കാരായി. അപ്പം മോള് ഉറങ്ങിപ്പോയി, തണുപ്പൊക്കെ കാരണം നന്നായിട്ട് തണുത്തു. പിന്നെ കുറേ ആയി അവളിങ്ങനെ എല്ലാം കൂടെ കണ്ട് ടയേർഡായി, അവൾ ഉറക്കമായി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്ന് മാർക്കറ്റിൽ കൂടി ഇങ്ങനെ വരിക. മോൻ പക്ഷേ ഹാപ്പി ആയിട്ടാണ് വരുന്നത്, അവന് ക്ഷീണമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കണ്ടില്ലേ, തിരക്ക്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ആൾക്കാരെല്ലാം കൂടെ കൂടി നിന്ന് അവിടെ ഒരു ഉത്സവമായിരുന്നു. ഒരു ഉത്സവ പറമ്പിൻ്റെ ഒരു എന്താണ് ആ ഒരു ഓളം ഉണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിന്. അങ്ങനെ ഞങ്ങളിങ്ങനെ എങ്ങനെയൊക്കെയോ അടുത്ത വഴി കണ്ടുപിടിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അപ്പം ഇങ്ങനെ കുഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഗ്ലൂ വൈൻ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വേറൊരു വഴി കണ്ടു. അങ്ങനെ അതുവഴി ഞങ്ങൾ നടന്നു പോയപ്പോഴാണ് ഇവിടെ കുറേ ട്രീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അത് ഡെക്കറേഷൻസ് ഒന്നുമില്ല. നമുക്ക് അവിടെ ഒരു പേപ്പർ, ഒരു കുഞ്ഞ് ഷീറ്റ് പോലത്തെ പേപ്പർ വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞു കാർഡ്. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മളുടെ വിഷസ് നമുക്ക് എഴുതി, ഇവിടെ വന്നതിൽ സന്തോഷം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഒരു ഫാമിലിയുമായിട്ട് നല്ലൊരു സമയം തരണം, ഞങ്ങളുടെ ഫാമിലി നല്ല എന്താണ് ഒരു പോസ്പ്രസിൽ മുമ്പോട്ട് പോകണം എന്നൊക്കെ നമ്മൾ ഓരോരുത്തർ ഓരോ വിഷ് എഴുതി വെച്ചേക്കുക. അപ്പം നമുക്ക് ആ വിഷ് എഴുതിയിട്ട് നമുക്ക് അവിടെ തൂക്കി ഇങ്ങനെ ഇടാം. അങ്ങനെയാണ് അപ്പോൾ അവർ എന്താണ് ആ ട്രീ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ എഴുതി വെച്ചേക്കുന്ന വിഷസ് ആണ്. ഓക്കെ, അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ പകർത്തി. അപ്പോൾ ദാണ്ട് ഒരു പോളാർ ഡെയർ പോലുള്ള ഒരു കുഞ്ഞ് പപ്പിക്കുട്ടീനെ നമ്മൾ കണ്ടു. അപ്പോൾ അവനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകാൻ നേരം അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു വിഷ് എഴുതി അവിടെ ഇട്ടു എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാനൊന്നും സമയം കിട്ടിയില്ല. ഓക്കെ, നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ നമുക്ക് ബാക്കി ഫ്രണ്ടിലോട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് കുറച്ചും കൂടെ ഇങ്ങനെ ഓരോ ക്രിസ്മസ് ട്രീയിൽ എന്തൊക്കെ എഴുതിയേക്കുന്നതെന്ന് കാണിച്ചിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ പതുക്കെ മുമ്പോട്ട് നടക്കുകയാണ്. അപ്പം ഇതാ എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം, ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് 2-3 റീൽസ് ഒക്കെ എടുത്തു കേട്ടോ. അതൊക്കെ ഞാൻ നേരത്തെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കാഴ്ചകളും കുറേ ഗിഫ്റ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കുറേ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്, അങ്ങനെ ഓരോരുത്തർ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് കാണിക്കുകയാണ് ഷാനൻ്റെ വീഡിയോ എടുത്തപ്പം. അങ്ങനെ മോനും ഞാനും ഒക്കെ ആയിട്ടിങ്ങനെ ഒരു ഫണ്ണായിട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പം വേറെ ആരുടെയും കൂടെ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകാറില്ല. നമ്മളുടെ ഒരു ഫാമിലി പാക്ക്. അപ്പം നമ്മൾ എന്താണ് നമ്മളുടെ ഒരു കംഫർട്ട് ലെവൽ, കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം എന്തൊക്കെയാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു എന്താണ് ഒരുമിച്ചുള്ള ഒരാൾക്കാരെ പോലെ എപ്പോഴും ഫീൽ ചെയ്യും. അപ്പം മക്കളാണേലും നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ തരും. അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ അങ്ങനെ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ 4 പേര് മാത്രമാണ് കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുക. പിന്നെ അതാ കുറച്ചൊക്കെ ക്രിസ്മസിൻ്റെ കുറേയൊക്കെ ഇങ്ങനെ ഡോളിൻ്റെയും ഞാൻ പറയില്ലേ ഈ സാന്ത വില്ലേജ് പോലത്തെ കുട്ടികൾക്ക് കാണാൻ വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇതാ കുറേ ഇതുണ്ട്, പുൽക്കൂടിൻ്റെയൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതാ എല്ലാം തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതിന് തക്ക വിലയുമുണ്ട്. ഏകദേശം ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള പുൽക്കൂടിനൊക്കെ 170 ഫ്രാങ്കിന് മേളിലാണ് മിക്കവാറും ഉള്ളതൊക്കെ. അപ്പം ഇങ്ങനെ ഓരോരോ കാഴ്ചകളാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങനത്തെ പുൽക്കൂടൊന്നും നമുക്ക് കാണാൻ കിട്ടാറില്ല. നമ്മൾ വേറൊരു സെറ്റപ്പിലാണ് പുൽക്കൂടൊക്കെ വെക്കാറ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഈ ക്രിസ്മസ് മാർട്ടിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഇത്രയും 1 മണിക്കൂറായി ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബ്രെഡിൻ്റെ അകത്ത് ചീസ് വെച്ചിട്ടുള്ള കഴിച്ചിട്ട്. സത്യം പറഞ്ഞാൽ അത് സത്യമായിട്ടൊരു ഹെവി ആയിട്ടുള്ളൊരു ഫുഡാണ്. പക്ഷേങ്കിൽ വീണ്ടും ഇങ്ങനെ തണുപ്പും നമ്മളിങ്ങനെ നടക്കുകയൊക്കെ ആയതുകൊണ്ട് വീണ്ടും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ വിശപ്പിൻ്റെ വിളിയായിട്ട് ഇതാ മുമ്പോട്ട് പോവാണ്. ഒരു നല്ല സ്റ്റോർ കണ്ടു. കുറേ കൈ ചെയിനുകളൊക്കെയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പള്ളിപ്പെരുന്നാളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്ക് ആ നൊസ്റ്റാൾജി ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മൾ പിന്നെ എവിടെ പോയാലും, ഞങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും കളക്ട് ചെയ്യുന്ന ഒരേ ഒരു സാധനമാണ് ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റ്. അപ്പം ഇതാണ് നമ്മളുടെ വീട്ടിലേക്ക് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നത്. അപ്പം ഇവിടുത്തെ ഈ ഒരു സ്റ്റോറിലെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതാണ് കേട്ടോ സ്വിറ്റ്സർലാൻഡിലെ നിങ്ങളിവിടെ വരുമ്പം കാണാൻ പറ്റുന്ന കുറേ സാധനങ്ങളും ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുക. അങ്ങനെ ഞാൻ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കണ്ടിട്ട് അതാണ് പുറത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് മോൺട്രോറിൻ്റെ ആണ് മെയിനായിട്ട് വേണ്ടത്. ബാക്കി ഞാൻ പോകുന്ന സ്ഥലത്തെ മാത്രമേ ഞാൻ കളക്ട് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് വെറുതെ ഞാൻ കളക്ട് ചെയ്ത് വെക്കില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റോർ കണ്ടു. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് ഈ സ്റ്റോർ നല്ല ഇഷ്ടപ്പെട്ടു. ഇതും ഇങ്ങനെ കുറച്ച് പേളും അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഒരു കമ്മലിൻ്റെ മാലയുടെ ഒക്കെ ഒരു സ്റ്റോറാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കുക്കീസിൻ്റെ ഉണ്ട്, ജിഞ്ചർ ബ്രെഡ്സ്, അങ്ങനെ പല പല സാധനങ്ങൾ, പിന്നെ ബ്രെഡ്, ചീസ്, ഹണി, അങ്ങനെ കുറേ സാധനങ്ങളുടെ ഷോപ്പുകളാണ്. ഇനി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇനി എന്തെങ്കിലും ഫുഡ് എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ്. അപ്പം കുറച്ച് ബാഗ്സിൻ്റെ കട കണ്ടു. പക്ഷേ എനിക്ക് അങ്ങനെ സാധാരണ ഗേൾസിൻ്റെ കൂട്ട് അങ്ങനെ ബാഗ്സിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഡ്രസ്സാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരുപാട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരുപാട് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇങ്ങനെ കാറും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞങ്ങളൊരു ഫുഡിൻ്റെ ഷോപ്പ് കണ്ടു. അപ്പം ഞാനാണെങ്കിൽ ഷാനോട് പറഞ്ഞു, ഷാൻ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യുക, ഞാനും മോനും ജസ്റ്റ് അങ്ങോട്ട് നടന്നിട്ട് വരാം. അങ്ങനെ ഒരു ടെഡി ബിയറിനെ കണ്ടു. അങ്ങനെ അവൻ കുറച്ച് നേരം ജമ്പ് ചെയ്ത് കളിച്ചു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, പേളിൻ്റെ കുറേ കമ്മലും മാലയൊക്കെ. പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്ത് വാങ്ങിച്ചാലും എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി വെക്കും. പക്ഷെ ഞാനിങ്ങനെ മാലയും കമ്മലും ഒന്നും ഒരുപാട് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. അങ്ങനെ ഏകദേശം എല്ലാത്തിനും ഒരു 70 എബോവ് റേറ്റ് ഉണ്ട്. പിന്നെ കുഞ്ഞതിന് ഒരു 30 എബോവ് ഫ്രാങ്കാണ്. പിന്നെ ഞങ്ങളിതാ ഈ സ്റ്റോളിൽ നിന്ന് ഞങ്ങളൊരു കുഞ്ഞ് പാരറ്റിനെ വാങ്ങി ഇങ്ങനെ ജിഗിൾ ചെയ്ത് കളിക്കുന്ന അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെ ജിഗിൾ ചെയ്യുന്ന കുറേ മാലാഹമാർ, കുറേ മൂങ്ങ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടത് പാരറ്റിനെയാണ്. അപ്പം അതാണ് ഇനി എടുക്കാൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾ വാങ്ങിക്കാതെ തിരിച്ചു വന്നു. ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പം ഞങ്ങളിതാ ഇങ്ങനെ ഒരു കിഡ്സിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സാന്ത ഹൗസ് ഉണ്ട്. അപ്പം നമ്മൾ ഫുഡ് വാങ്ങിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. കാരണം നമ്മൾ ഇച്ചിരി ചൂടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെയറുണ്ട്. സാന്തയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ഇടാം അവിടെ. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെ മോളെ ഞാനിങ്ങനെ ചെയറിലിരുത്തി 2-3 ഫോട്ടോ എടുക്കാനൊക്കെ ട്രൈ ചെയ്താൽ, പക്ഷെ പുള്ളിക്കാരിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തി എന്തിനാണെന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു തത്തമ്മേനെയാണ് വാങ്ങിച്ചത് കേട്ടോ, ഒരു പാരറ്റിനെ. പക്ഷേ എനിക്ക് ഈ ഏഞ്ചലിനെയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ എന്തിനാണ് വെറുതെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് എവിടെ വെക്കാനാ? ഇതൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിങ് അല്ലല്ലോ. അപ്പം പിള്ളേർക്ക് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. അപ്പം മോന് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവരെങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ തട്ടിയാൽ മതി, അപ്പോൾ ഇങ്ങനെ ജിഗിൾ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം 10 ഫ്രാങ്ക് ആയിരുന്നു ഒരെണ്ണത്തിന്. അപ്പം നമ്മൾ പൈസ കൊടുത്തു. അപ്പം പുള്ളിക്കാരി അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളവിടുന്ന് ആ സ്റ്റോളിൽ നിന്ന് നമ്മളിങ്ങനെ പോരുവാണ് കേട്ടോ. അങ്ങനെ അടുത്തടുത്ത ഓരോ സ്റ്റോള് ഇങ്ങനെ എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അടുത്തത് കുറേ ജ്വല്ലറിയുടെ ഷോപ്പുകളാണ്. അവിടെ കുറേ ചേച്ചിമാരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അവരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കേട്ടോ, ഒരുപാട് ജ്വല്ലറീസ് ആണ് കൂടുതലും ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത്. ജ്വല്ലറീസ്, ക്യാൻഡീസ്, ജിഞ്ചർ ബ്രെഡ്,
ക്യാൻഡിൽസ്, ഇങ്ങനെ കുറേ സാധനങ്ങളാണ് ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ. പിന്നെ ഡ്രസ്സൊക്കെ വളരെ കുറവാണ്. അങ്ങനെ കുറേയൊക്കെ ഡ്രസ്സൊക്കെ ഞാൻ കണ്ടു, പക്ഷെങ്കിൽ എനിക്കൊന്നും അങ്ങനെ അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. കാരണം എല്ലാം കുറച്ച് പുള്ളോവർ ടൈപ്സും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അത് അടുത്ത ഓർണമെൻറ്റ്സിൻ്റെ കട വന്നു. അങ്ങനെ ഓരോരോ കടയിൽ കൊണ്ട്, പിന്നെ ഹാൻഡ് മെയ്ഡ് ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ചീസ് വിൽക്കുന്നുണ്ട്, ചീസ് ഇഷ്ടംപോലെ കടയിലുണ്ട്. പിന്നെ ഇതിങ്ങനെ നമ്മളിലെ ഗ്രാമഫോണിൻ്റെ കൂട്ടത്തെ സംഭവം അതിൻ്റെ അകത്ത് വെച്ച് കേൾക്കുന്ന, അതിൻ്റെ CD എന്നായിരിക്കും പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. അപ്പം ആ സംഭവം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന വഴിക്ക് മോളുടെ ഗ്ലൗ എവിടെയോ മിസ്സായി. അങ്ങനെ ഇപ്പം തണുപ്പ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പതുക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങനെ ഇന്നത്തെ നമ്മളുടെ വീഡിയോ അങ്ങനെ പതുക്കെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണണം എല്ലാവരും. അപ്പം ഇതാണ് നമ്മുടെ മോൺടൂറെ. അപ്പം നിങ്ങളെല്ലാവർക്കും പറ്റുവാണെങ്കിൽ വന്ന് കാണുക. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത്